കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺവൈസിന്റെ ഇഗ്നോ ഫോക്കസ് 4.0യുടെ സീരീസിന്റെ ഭാഗമായിട്ട് BCA ന്യൂ സിലബസിൽ വരുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്ന MCS 203 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലേൺവൈസിൽ കഴിഞ്ഞ സെഷൻസിലൊക്കെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഏറ്റവും ഹോട്ട് ടോപ്പിക്സിന്റെ ഡിസ്കഷനും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് മാപ്പിംഗ് നോക്കും. അതായത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പ്രീവിയസ് ഇയറിൽ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരിക, വെയിറ്റേജ് എത്രമാത്രം ഓരോ ഏരിയയ്ക്കും കൊടുക്കണം, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ റെക്കറിങ് ക്വസ്റ്റ്യൻ റിവ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യും. പാസ്റ്റ് ഒരു 5 പേപ്പേഴ്സിന്റെ ബേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. ഇനി നമുക്ക് അപ്കമിങ് എക്സാമിൽ June 25 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കിന്റെ ഒരു പ്രോബബിലിറ്റി പ്രഡിക്ഷന് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫുൾ ലെന്ത് ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ ഒക്കെ ബേസിൽ, ട്രെൻഡിന്റെ ബേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുമ്പോൾ അതിന്റെ ബേസിൽ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ബുക്ക് നമുക്ക് ആപ്പിൽ റെസ്പെക്റ്റീവ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ആൻസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇഗ്നോയുടെ ബേസിൽ നമ്മൾ പറയുവാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ടോപ്പിക്സിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല സ്കോർ വാങ്ങാനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് പാസ്റ്റ് പേപ്പേഴ്സിൽ ഒരു 11 പേപ്പേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 11 ടൈമും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 പ്രോസസ് ഷെഡ്യൂളിംഗ്. പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുമ്പോൾ 10 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. റെലവൻസ് ഹൈ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 സെമാഫോഴ്സ് ആൻഡ് സിങ്ക്രണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 13 ടൈംസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഡെഡ് ലോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ 12 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് വരുന്ന, റെലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 1 പേജിങ്, സെഗ്മെന്റേഷൻ, അതൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 2 വെർച്വൽ മെമ്മറി മീഡിയം ഒരു അപ്പിയറൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഡിസ്ക് ഷെഡ്യൂളിംഗ്, അത് ഒരു മീഡിയം ലെവലിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 സെക്യൂരിറ്റി മോഡൽസ് 6 ടൈംസ് ആണ് പാസ്റ്റ് പേപ്പേഴ്സിൽ അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 1 മൾട്ടി പ്രോസസർ OS
5 ടൈംസ് ആണ്. അത് മീഡിയം ഒക്കറൻസ് ആണ് പാസ്റ്റ് പേപ്പറിൽ വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഡിസ്ട്രിബ്യൂട്ടഡ് OS കോൺസെപ്റ്റ്സ് മീഡിയം ഒരു ഇമ്പോർട്ടൻസ് ആണ് അതിൽ വരിക. 9 ടൈംസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 3 മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊരു മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് പാസ്റ്റ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 1 വിൻഡോസ് കേസ് സ്റ്റഡി, ലോ പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. 4 ടൈംസ് ആണ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ലിനക്സ് കേസ് സ്റ്റഡി, അത് ഒരു മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് വരിക. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആൻഡ്രോയിഡ് കേസ് സ്റ്റഡി, ലോ പ്രയോറിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 4 iOS കേസ് സ്റ്റഡി 2 ടൈംസ് ആണ്. ലോ ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് പ്രീവിയസ് പാറ്റേൺ നോക്കുമ്പോൾ എത്രമാത്രം ഫ്രീക്വന്റ് ആയിട്ട് ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പം ഹൈ പ്രോബബിലിറ്റി വരുന്ന ഏരിയാസ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ബാർ ചാർട്ട് നമുക്ക് കാണാം. പ്രീവിയസ് ഒരു പാസ്റ്റ് 5 പേപ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്. ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 4. ഓക്കെ, ഈ ഒരു രീതിയിലാണ് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു OS, പ്രോസസ് മാനേജ്മെന്റ് പ്രീവിയസ് പേപ്പേഴ്സിൽ ഒത്തിരി തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ബ്ലോക്ക് 2 നോക്കുമ്പോൾ മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം, അതിലെ കോർ കോൺസെപ്റ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റ് മാപ്പ് കാണാം. അതിൽ ബ്ലോക്ക് 1 തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ദെൻ ബ്ലോക്ക് 2 ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 4. ഓക്കെ, ഫോക്കസ് മോർ ഓൺ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2. ഓക്കെ, ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് ഹൈ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഹൈ റെലവൻസ് ഉള്ള യൂണിറ്റ്സിനാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പം ഓരോ ബ്ലോക്കിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് നോക്കുന്നത്. അതിൽ സെമാഫോർസ് സിങ്കറണൈസേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്ന് വന്നിട്ടുള്ളതാണ്. ഫ്രീക്വന്റ്ലി വന്നിട്ടുണ്ട്. തിയറിയിലാണെങ്കിലും പ്രോബ്ലം സോൾവിങ്ങിലും ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഡെഡ് ലോക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 4. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്നും കൺസെപ്ഷണൽ ആയിട്ടുള്ള ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1. ഓക്കെ, അവിടെ ഫൗണ്ടേഷൻ ഓഫ് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ലോങ് ആൻസേഴ്സിലും ഷോർട്ട് ആൻസേഴ്സിലും ചോദിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്ക് എക്സാമിന് പാസ്റ്റ് പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം എസ്എ ടൈപ്പ് വരാം, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് വരാം, ഷോർട്ട് നോട്ട്സ് വരാം, പ്രോബിൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, കേസ് സ്റ്റഡി ഡയഗ്രാംസ് വരാം, റെയർ ആയിട്ട് MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. എസ്എ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ടിപ്പിക്കലി ഒരു 8 to 10 മാർക്സിനാണ് ചോദിക്കുന്നത്. വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 250 to 350 വേർഡ്സിന് ചോദിക്കാം. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് 4 to 6 മാർക്കാണ്. അത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 100 to 150 വേർഡ്സിന് ഒരു 1/2 to 1 പേജ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. നമ്മളുടെ 8 to 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 1.5 to 2 പേജസ് ആണ് എഴുതേണ്ടത്. ഇനി നമ്മൾ പ്രോബിൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ടിപ്പിക്കൽ ഒരു 8 to 10 മാർക്സിന് ചോദിക്കാം. 200 to 300 വേർഡ്സ്. ഇവിടെ കാൽക്കുലേഷൻസ് സ്റ്റെപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ഇനി കേസ് സ്റ്റഡി ഡയഗ്രാം ആ ഒരു ഏരിയയിൽ നിന്ന് ടിപ്പിക്കലി 6 to 10 മാർക്സിന് ചോദിക്കാം. 150 to 200 വേർഡ്സ് ആണ്. ഡയഗ്രാംസും ജസ്റ്റിഫിക്കേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി. ഇനി റെയർ ആയിട്ടാണ് MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കുക. അത് ഓൾമോസ്റ്റ് ഒരു 1 to 2 ലൈൻസിൽ ആണ് എഴുതേണ്ടത്. 1 to 2 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ
നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ. എസ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു ഏരിയ ആണ്. ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സിനൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 250 to 350 വേർഡ്സിൽ വേണം എഴുതാൻ. അതിൽ നമ്മൾ എസ് എഴുതുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ ഡെഫിനിഷൻസും ഡയഗ്രാംസും എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ദെൻ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ ഡെഫിനിഷൻ, ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ടിപ്പിക്കൽ ഒരു 4 to 6 മാർക്കിനാണ് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. 100 to 150 വേർഡ്സിന് വേണം നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പ്രോബിൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അവിടെ നമുക്ക് നോർമലി കാൽക്കുലേഷൻ ബേസ്ഡ് ടാസ്ക് വരും. CPU സ്കെഡ്യൂളിംഗ്, പേജ് റീപ്ലേസ്മെന്റ്, അൽഗോരിതം ട്രേസസ്, ലോജിക്കൽ റീസണിങ്. ടിപ്പിക്കലി 8 to 10 മാർക്സിനാണ് വരുന്നത്. നമ്മളത് 200 to 300 വേർഡ്സിന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. അതിൽ അവിടെ നമ്മൾ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അനാലിസിസ് ബേസ്ഡ് ആയിട്ട് വേണം എഴുതാൻ. ആ ഒരു ഏരിയയിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 to 10 മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. 150 to 200 വേർഡ്സിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്, വിത്ത് ലേബിൾഡ് ഡയഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ആവറേജ് മാർക്സ് പെർ ബ്ലോക്കാണ്. അതിൽ ബ്ലോക്ക് 1 നമ്മൾ Jan 22 ഓൾമോസ്റ്റ് ഒരു 30 മാർക്കിനാണ് ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 27 മാർക്സ്, ബ്ലോക്ക് 3 23, ബ്ലോക്ക് 4 20 മാർക്സിന്. ഇനി December 22 നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 32 മാർക്ക്, ബ്ലോക്ക് 2 25 മാർക്ക്, ബ്ലോക്ക് 3 23 മാർക്ക്, ബ്ലോക്ക് 4 20 മാർക്സ്. ഇനി June 23 നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 31 മാർക്ക്, ബ്ലോക്ക് 2 29 മാർക്സ്, ബ്ലോക്ക് 19 മാർക്ക്, ബ്ലോക്ക് 4 21 മാർക്ക്. ഇനി December 23 ബ്ലോക്ക് 1 29, ബ്ലോക്ക് 2 31, ബ്ലോക്ക് 3 21, ബ്ലോക്ക് 4 19 മാർക്സ്. ഇനി June 24 നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 33, ബ്ലോക്ക് 2 27, ബ്ലോക്ക് 3 22, ബ്ലോക്ക് 4 18 മാർക്സ്. അപ്പോൾ ബ്ലോക്ക് 1 ആവറേജ് 31 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 27.8 മാർക്ക്, ബ്ലോക്ക് 3 21.6% ആവറേജ് മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ 19.6, അത്രയും ഒരു ഏരിയയിൽ നിന്നാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകാം ഓൾമോസ്റ്റ് ഒരു 31% ഷെയർ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 തന്നെയാണ്. പിന്നെ വരുന്ന ബ്ലോക്ക് 2 28%, ദെൻ ബ്ലോക്ക് 3 22%, ബ്ലോക്ക് 4 19%. ഓക്കെ, ബ്ലോക്ക് 1 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് മാനേജ്മെന്റ്, ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ മെമ്മറി, ഫയൽ മാനേജ്മെന്റ്, ആ ഏരിയയിൽ നിന്ന്. ബ്ലോക്ക് 3 അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആയിരിക്കും. ബ്ലോക്ക് 4 കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് കൂടുതലും ക്വസ്റ്റ്യൻസ് എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക. ദെൻ ഷോർട്ട് നോട്ട്സ്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ദെൻ പ്രോബ്ലം അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ദെൻ കേസ് സ്റ്റഡി ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ വരുന്നത് 50 to 55% ആണ്. ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരുന്ന 22 to 25%. പ്രോബ്ലം അല്ലെങ്കിൽ ന്യൂമറിക്കലായിട്ട് വരുന്ന 15 to 18%. കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് വരിക 7 to 10% ആണ്. അപ്പം എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു 50 to 55% ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഡീപ്പായിട്ട് ഡെപ്തിലെ ക്ലാരിറ്റി ബേസ്ഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ദെൻ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നത്
അവിടെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് ആ ഒരു ഏരിയ പ്രസന്റ് ചെയ്യേണ്ടത്. കേസ് സ്റ്റഡി ബേസ്ഡ് അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ആയിട്ട് വരുന്നത് നമ്മളുടെ പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ 22 ഓൾമോസ്റ്റ് 7% ആണ് കവർ ചെയ്തതെങ്കിൽ 24 വരുമ്പോൾ 10% ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. ഓക്കെ, സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം 3 hours എക്സാം ആണ്, 100 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് MCS 203 നമുക്ക് വരിക. അപ്പൊ അതിൽ എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് 50 to 55% മാർക്സ് കവർ ചെയ്യുന്നത്. 90 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, 4 to 5 ബിഗ് ആൻസേഴ്സ് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആൻസേഴ്സ് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക, അതിനുശേഷം ഡ്രാഫ്റ്റ് ചെയ്യുക, ദെൻ ജസ്റ്റ് എഴുതിയതിന് ശേഷം ഒരു നല്ല രീതിയിൽ അതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുക എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 22 to 25% കവർ ചെയ്യും. നമുക്കൊരു ലെസ് ദാൻ 40 മിനിറ്റ്സ് ആ ഒരു ടൈം കൊണ്ട് അത് കവർ ചെയ്യണം. 4 to 6 ഷോർട്ട് നോട്ട്സ് ആണ് കവർ ചെയ്യേണ്ടത്. നമ്മൾ ഓരോന്നിനും ഓൾമോസ്റ്റ് 7 to 8 മിനിറ്റ്സ് ആണ് സ്പെൻഡ് ചെയ്യണം. ഇനി പ്രോബ്ലം അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 15 to 18% കവർ ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സിനുള്ളിൽ 2 to 3 പ്രോബ്ലംസ് ആയിരിക്കും കവർ ചെയ്യുക. 10 മിനിറ്റ്സ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 7 to 10 മാർക്സ് 7 to 10% ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കവർ ചെയ്യാം. ഒരു 20 മിനിറ്റ്സ് ആ ഒരു ഏരിയയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് വരിക. 8 to 10 മിനിറ്റ്സ് ആണ് ഈച്ച് ക്വസ്റ്റ്യൻസിന് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആണ്. ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ എ ഡെഡ് ലോക്ക്, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ഡെഡ് ലോക്ക്, ഹൗ ക്യാൻ ഇറ്റ് പ്രിവെന്റഡ്. അപ്പോൾ പാസ്റ്റ് പേപ്പേഴ്സിൽ 9 ടൈംസോളം ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ question number 2, explain and compare CPU scheduling algorithm, FCFS, SJF and round robin. Draw the Gantt chart and calculate the average waiting or turnaround time. Past papers 8 times ചോദിച്ചിട്ടുണ്ട്. Third one, what is semaphore? Write and explain the solution to either producer, consumer or sleeping barber problem using semaphores. അത് പാസ്റ്റ് പേപ്പേഴ്സിൽ 8 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഫോർത്ത് വൺ, ഡിസ്ക്രൈബ് ദ പ്രോസസ് മാനേജ്മെന്റ് ഇൻ ലിനക്സ് ഇൻക്ലൂഡിംഗ് പ്രോസസ് ഹയറാർക്കി, പ്രയോറിറ്റി ആൻഡ് ത്രെഡ് മാനേജ്മെന്റ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ, വിത്ത് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചർ ഓഫ് ലിനക്സ് ഓർ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പാസ്റ്റ് പേപ്പേഴ്സിൽ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ വെർച്വൽ മെമ്മറി ഓർഗനൈസേഷൻ, ഡിസ്കസ് ഡിമാൻഡ് പേജിംഗ് ആൻഡ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ലൈക്ക് LRU, FIFO, OPT. പാസ്റ്റ് പേപ്പേഴ്സിൽ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ലെയർഡ് ആർക്കിടെക്ചർ ഓഫ് ആൻഡ്രോയിഡ് ഓർ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്ത് എ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് ലെയർ. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി 8th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് segmentation in memory management, explain with the diagram and address mapping. Past papers 6 times ചോദിച്ചിട്ടുണ്ട്. 9th one, explain the scheduling algorithm, FCFS, SSTF, scan, C-scan with an example and a head movement calculation. Past papers 6 times ചോദിച്ചിട്ടുണ്ട്. 10th one, write and explain the solution to critical selection problem, example Baker's algorithm, Decker's solution, read write problem. ഈ ഒരു ഏരിയ എന്നൊക്കെ ഓൾമോസ്റ്റ് ഒരു 6 ടൈംസ് ആണ് പാസ്റ്റ് പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിന്റെ പ്രിഫറൻസിന്റെ ബേസിൽ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഡെഡ് ലോക്ക് ഡെഫിനിഷൻ, കണ്ടീഷൻ, പ്രിവെൻഷൻ. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ചോദിച്ചിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് ഒരു മാർക്ക് 9.8 ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഇനി CPU സ്കെഡ്യൂളിംഗ് അൽഗോരിതം, FCFS, SJF,
RR GAT. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. പാസ് പേപ്പറിൽ 8 ടൈംസ് ആ ചോദിച്ചിട്ടുള്ള ആവറേജ് മാർക്ക് 9.1 ആണ്. നെക്സ്റ്റ് വൺ സെമാഫോർ ക്ലാസിക്കൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പിയറൻസ് 8 ടൈം ആണ്, 9.2 ആവറേജ് മാർക്ക് ആ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ. പ്രോസസ് മാനേജ്മെന്റ് ഇൻ ലിനക്സ് ബ്ലോക്ക് 4 യൂണിറ്റ് 2 എന്നാണ്. അപ്പിയറൻസ് 7 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് ഓൾമോസ്റ്റ് 8.7 ആണ്. ദെൻ OS ആർക്കിടെക്ചർ ഡയഗ്രാം ലിനക്സ് വിൻഡോസ് ബ്ലോക്ക് 4 യൂണിറ്റ് 1 and 2 ആണ് കവർ ചെയ്യുക. അപ്പിയറൻസ് 7 ആണ്, ആവറേജ് മാർക്ക് 8.4 ആണ് വരിക. ഇനി വെർച്വൽ മെമ്മറി ഓർഗനൈസേഷൻ ആൻഡ് പേജ് റീപ്ലേസ്മെന്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്. പാസ് പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ 7 ടൈംസ് ആണ് ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള 8.5 മാർക്സിന് ആവറേജ് മാർക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. ദെൻ ആൻഡ്രോയിഡ് iOS ലെയർഡ് ആർക്കിടെക്ചർ ബ്ലോക്ക് 4 യൂണിറ്റ് 3 and 4 നിന്നാണ്. ഓൾമോസ്റ്റ് ഒരു 7 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 7.8 ആണ് ആവറേജ് സ്കോർ. ദെൻ സെഗ്മെന്റേഷൻ സ്കീം ഡയഗ്രാം ബ്ലോക്ക് 2 യൂണിറ്റ് 1 നിന്നാണ്. ഓൾമോസ്റ്റ് ഒരു 6 ടൈംസ് ആ ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. 7.9 മാർക്സ് ആണ് ഒരു ആവറേജ് മാർക്ക് അവിടെ പ്രതീക്ഷിക്കാൻ. ഇനി ഡിസ്കെഡ്യൂളിംഗ് അൽഗോരിതം ബ്ലോക്ക് 2 യൂണിറ്റ് 3 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 8.6 മാർക്സ് ആ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വൺ ബേക്കേഴ്സ് അൽഗോരിതം ഡീക്കേഴ്സ് റീഡർ റൈറ്റർ ക്രിട്ടിക്കൽ സെലക്ഷൻസ് ആ ഏരിയ ബ്ലോക്ക് 1 യൂണിറ്റ് 3 കവർ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ അവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന 8.1 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇതൊരു പൈ ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ അതർ ക്വസ്റ്റ്യൻസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 43%ഓളം പാസ് പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 57%ഓളം അതർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. അതിൽ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അത് അറ്റ്ലീസ്റ്റ് ഒരു 2 ടൈംസ് എങ്കിലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഒരു റിയൽ എക്സാം സെനാരിയോയിൽ ഇരുന്നിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഫോർ ഡയഗ്രാം ബേസ്ഡ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഡയഗ്രാംസ് അതുപോലെ ടേബിൾസ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിന്റെ ഹെൽപ്പോട് കൂടി തന്നെ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. ദെൻ ക്രോസ് ലിങ്ക് യുവർ ആൻസർ, അതായത് എപ്പോഴും എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് എഴുതിയതിന് ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്രാംസും റിയൽ ലൈഫ് OS എക്സാമ്പിൾസ് അതുപോലുള്ള കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ഇവിടെ കാണാം. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഡെഡ് ലോക്സ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡെഫിനിഷനും ഗ്രാഫും ആണ്. പ്രോബബിലിറ്റി വരുന്നത് 90%ഓളം ആണ്. കാറ്റഗറി ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ 10 പാസ്റ്റ് പേപ്പേഴ്സ് എടുക്കുവാണെങ്കിൽ 9 ടൈംസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 CPU സ്കെഡ്യൂളിംഗ്, അതിൽ FCFS, SJF, RR, അത് പ്രോബബിലിറ്റി ഓൾമോസ്റ്റ് ഒരു 80% ആണ്. കാറ്റഗറി ഹൈ ആണ്. അതിൽ GAN ചാർട്ട് അല്ലെങ്കിൽ കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പാസ്റ്റ് പേപ്പേഴ്സ് 10 എടുക്കുവാണ് 8 ടൈംസും ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെമാഫോഴ്സ് ആൻഡ് ക്ലാസിക്കൽ പ്രോബ്ലംസ്, പ്രോബബിലിറ്റി 80% ആണ്. ഹൈ ഈൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക സെമാഫോർ, പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ബാർബേഴ്സ് ആ ഏരിയയിൽ നിന്നൊക്കെയാണ്. 10 ടൈംസിൽ 8 ടൈംസ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 2 വെർച്വൽ മെമ്മറി ആൻഡ് പേജിങ് പ്രോബിലിറ്റി 70% ആണ്. കാറ്റഗറി ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. അവിടെ നമുക്ക് പാസ് 10 പേപ്പേഴ്സ് എടുക്കുകയാണ് 7 ടൈംസ് ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 2 ലിനക്സ് പ്രോസസ് ആർക്കിടെക്ചർ ഫീച്ചേഴ്സ്, അത് ഓൾമോസ്റ്റ് പ്രോബിലിറ്റി 70% ആണ് വരുന്ന ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ലിനക്സ് പ്രോസസ് ഓർ ഡയഗ്രാം ആ ഏരിയ എന്നൊക്കെയാണ് പാസ് പേപ്പേഴ്സ് 10 7 ടൈംസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 1 സെഗ്മെന്റേഷൻ ഡയഗ്രാം അതുപോലെ അതിന്റെ സ്കീം ഒരു 60%ഓളം വെയിറ്റേജ് ഉള്ള ഏരിയ ആണ്. മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്. 10 ടൈംസിൽ 6 പ്രാവശ്യം നമുക്ക് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഡിസ്ക് ഷെഡ്യൂളിംഗ് FCFS SSTF ആ ഒരു ഏരിയ എന്നൊക്കെ ഓൾമോസ്റ്റ് ഒരു 60%ഓളം വെയിറ്റേജ് വരുന്നതാണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ഡിസ്ക് ഷെഡ്യൂളിംഗ് ആ ഏരിയയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. പാസ്റ്റ് ടൈമിൽ 6 ടൈംസ് 10 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 4 ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ്രോയിഡ് iOS ആർക്കിടെക്ചർ 60% ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ്രോയിഡ് iOS ലെയേഴ്സിലൊക്കെ വരുന്നത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഡെക്കേഴ്സ് അൽഗോരിതംസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരിക. സിങ്ക്രണൈസേഷൻ അൽഗോരിതം ഒക്കെ ആ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്റ്റ് 10 ടൈംസിൽ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 സെക്യൂരിറ്റി മോഡൽ ആക്സസ് മെട്രിക്സ് ആ ഒരു ഏരിയ എന്നൊക്കെ 40%ഓളം ഇമ്പോർട്ടൻസ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്. അതിൽ സെക്യൂരിറ്റി മോഡൽസ് പാസ്റ്റ് 10 പേപ്പേഴ്സിൽ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 ത്രാഷിംഗ് ഇതൊരു ലോ പ്രോബിലിറ്റി വരുന്ന ഏരിയ ആണ്. പാസ്റ്റ് പേപ്പേഴ്സ് 10 എടുക്കുകയാണ് 3 ടൈംസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഡിസ്ട്രിബ്യൂട്ടഡ് OS ഡിസൈൻ ഗോൾ ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 30%ഓളം വെയിറ്റേജ്. പാസ്റ്റ് 10 പേപ്പേഴ്സിൽ 3 ടൈമിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിസൈൻ ഗോൾസിന്റെ ഏരിയയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 1 വിൻഡോസ് 10 ഫീച്ചേഴ്സ് അതൊരു ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. ഒരു 20%ഓളം വെയിറ്റേജ്. വിൻഡോസ് 10 ഫീച്ചേഴ്സ് ആ ഏരിയയിൽ പാസ്റ്റ് 10 പേപ്പേഴ്സിൽ 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ 70 അതിൽ കൂടുതൽ പ്രോബബിലിറ്റി അല്ലെ വെയിറ്റേജ് വരുന്നതാണ് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. മീഡിയം വരിക 40 to 69, 40 ലെസ് ആയിട്ട് വരുന്ന ലോ ആണ്. ഓക്കെ, അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ. അപ്പം നമുക്ക് പ്രയോറിറ്റി ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതാണ് ഡെഡ് ലോക്സ്, CPU സ്കെഡ്യൂളിംഗ്, സെമാഫോർ, ക്ലാസിക്കൽ പ്രോബ്ലംസ്, വെർച്വൽ മെമ്മറി, പേജിങ്, ലിനക്സ് പ്രോസസ് ഫീച്ചേഴ്സ്, അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ. ഇനി നമ്മൾ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ പ്രാക്ടീസ് ഡയഗ്രാം, ടേബിൾ ഫോർ മെമ്മറി, നോട്ട് ജസ്റ്റ് റീഡിങ്. ഇപ്പം ഡയഗ്രാംസ് ഒക്കെ വരച്ച് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ടാബുലർ കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ, ടേബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാനൊക്കെ ഉള്ള അത് ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം വേണം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഒരു 40 to 69%ഓളം കവർ ചെയ്യുന്നതാണ്. സെഗ്മെന്റേഷൻ, ഡിസ്ക് ഷെഡ്യൂളിംഗ്, ആൻഡ്രോയിഡ് iOS ആർക്കിടെക്ചർ, ഡേക്കേഴ്സ് അൽഗോരിതം, സെക്യൂരിറ്റി മോഡൽ, ആക്സസ് മെട്രിക്സ്, ഈ ഏരിയ ഒക്കെ. അപ്പം ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സിന്റെ ബേസിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിലും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഒന്ന് എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് പോവുക. ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് ത്രാഷിങ്, ഡിസ്ട്രിബ്യൂട്ടഡ് OS ഡിസൈൻ ഗോൾസ് ഒക്കെ, വിൻഡോസ് 10 ഫീച്ചേഴ്സ് ഒക്കെ. അപ്പൊ ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ റെഫർ ചെയ്തിട്ട് പോവുക. എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ ഈ ഇമ്പോർട്ടൻ്റ് ഏരിയ നമ്മൾ
ഒന്നോ രണ്ടോ തവണയെങ്കിലും ഒരു എക്സാം സെനാരിയോയുടെ സീരിയസ്നെസ്സോടെ എഴുതി നോക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമുക്കറിയാം MCS 203 ഓപ്പറേറ്റിംഗ് സിസ്റ്റം 3 hour എക്സാം ആണ്. മാക്സിമം 100 സ്കോറിനാണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. അറ്റംപ്റ്റ് എനി 3 ക്വസ്റ്റ്യൻ ഫ്രം ദ റെസ്റ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് പ്രോസസ് വിത്ത് ദെയർ ബേഴ്സ് ടൈംസ് ആൻഡ് അറൈവൽ ടൈംസ്. ഇവിടെ സെറ്റ് ഓഫ് 4 പ്രോസസ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ബേഴ്സ് ടൈമും തന്നിട്ടുണ്ട്, അറൈവൽ ടൈമും തന്നിട്ടുണ്ട്. ഇതിന്റെ ബേസിൽ draw a Gantt chart for execution using FCFS, SJF and priority scheduling. Okay. Second one, calculate the average waiting time and turnaround time for each algorithm. Third one, discuss in which scenario each algorithm might be performed in real systems. Okay, ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രോസസ് സ്കെഡ്യൂളിംഗിന് വന്നിട്ടുള്ളതാണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിലെ സിസ്റ്റം വിത്ത് 3 റിസോഴ്സസ് type A, B, C has the following allocation and maximum claim matrices for 4 process. 4 പ്രോസസ്സുകളുടെ റിസോഴ്സ് ടൈപ്പും അതിൻ്റെ പ്രോസസ്സുകളുടെ മാക്സിമം ക്ലെയിം മെട്രിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ റിസോഴ്സസ് എന്ന് പറയുന്നത് A = 5, B = 5, C = 6 ആണ്. Use the Baker's algorithm to determine whether the system is in a safe state. സിസ്റ്റം സേഫ് സ്റ്റേറ്റ് ആണോ ചെക്ക് ചെയ്യണം ബേക്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്ത്. സെക്കൻഡ് വൺ, ഇഫ് P റിക്വസ്റ്റ് 0, 1, 0 ഷുഡ് ഇറ്റ്സ് ബി ഗ്രാൻഡഡ് ജസ്റ്റിഫൈ. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ചോദിച്ചിട്ടുള്ളതാണ്. ഡെഡ് ലോക്കിന്റെ ഏരിയ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി സി പാർട്ടില് ഫസ്റ്റ് വണ്ണില് സി പാർട്ടില് എക്സ്പ്ലെയിൻ വിത്ത് ലേബിൾഡ് ഡയഗ്രാം ദ ആർക്കിടെക്ചർ ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Describe the function of each major layer and discuss 2 recent security features introduced in Android OS version 11 or late. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. 10 മാർക്കാണ്. ഇനി ഫസ്റ്റ് വണ്ണിന്റെ തന്നെ ഡി, കൺസിഡർ ദ ഫോളോയിങ് റെഫറൻസ് സ്ട്രിംഗ് ഫോർ പേജ് റിക്വസ്റ്റഡ് ഇൻ എ സിസ്റ്റം വിത്ത് 3 ഫ്രെയിംസ്. ഫ്രെയിം വാല്യൂ തന്നിട്ടുണ്ട് 7, 0, 1, 2, 0, 3, 0, 4, 2, 3, 0, 3, 2. Then calculate the number of page fault using FIFO and LRU page replacement algorithm. Second one, explain why the number of page fault differs if it is dash for this algorithm on given string. ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 വെർച്വൽ മെമ്മറി പേജിംഗ് എന്ന് പറയുന്ന ഏരിയന്ന് ചോദിച്ചിട്ടുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വണ്ണിന്റെ എ പാർട്ട്, വാട്ട് ഈസ് സെമാഫോർ, പ്രസന്റ് ദ സൊല്യൂഷൻ to the producer-consumer problem using semaphores with a pseudocode and a state diagram showing the buffer status at each major steps for n is equal to 3. The block 1 unit 3 synchronization and semaphores in the ചോദിച്ചിട്ടുള്ളതാണ്. 10 mark question ആണ്. Second one in the B part, discuss with the illustration the differences between contiguous linked and indexed file allocation method for each provided table showing how blocks are organized for a sample file of size 7 blocks where the disk has at least 20 free blocks scattered randomly. The block 2 unit 3 file management എന്നുള്ളതാണ്. 10 mark question ആണ്. Okay, in third one in the A part, explain segmentation memory management scheme with a need diagram. Suppose a process has the following segment table. In segment 0, തന്നിട്ടുണ്ട്. അതിന്റെ ബേസ് വാല്യൂ 4300 ആണ്, ലെങ്ത് 1000 ആണ്. സെഗ്മെന്റ് 1 ബേസ് 3200 ആണ്, ലെങ്ത് 400. Then segment 2 ബേസ് 6200 ആണ്, ലെങ്ത് 1100. Calculate the physical address of logical address 0, 401, 1, 132 and 2, 1000. The block 2 unit 1 segmentation എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി 3യുടെ ബി പാർട്ട്, with respect to Linux, describe the process state and transition and explain the role of process control block PCB with an annotated diagram. Why is context switching
എക്സ്പെൻസീവ്? എന്തുകൊണ്ടാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എക്സ്പെൻസീവ് ആണ് എന്നുള്ള ഏരിയ എന്ന് ചോദിച്ചിട്ട് ബ്ലോക്ക് 4 യൂണിറ്റ് 2 ലിനക്സ് പ്രോസസ് മാനേജ്മെന്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, a disk queue has pending a request for input output to block in the order 55, 58, 39, 18, 19, 116, 150, 38, 184. The disk head is set to 50. Calculate the total head movement for FCFS. Then scan, C-scan. Show all steps and order in which requests are served. The block 2 unit 3 disk scheduling ആണ് 10 മാർക്ക് ആണ്. ഇനി ഫിഫ്ത്ത് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഓഫ് ദ 4 ഓഫ് ദ ഫോളോയിങ്. 5 മാർക്ക് വെച്ചിട്ടാണ് ഓരോന്നിനും. എ പാർട്ടിൽ ഡിമാൻഡ് പേജിംഗ് വേഴ്സസ് പ്രീ പേജിംഗ് വിത്ത് സീക്വൻസ് ഡയഗ്രാം ബ്ലോക്ക് 2 യൂണിറ്റ് 2 എന്നാണ്. ബി പാർട്ടിൽ ലിനക്സ് കേർണൽ ആർക്കിടെക്ചർ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ആണ്. ഇനി ലാംബോർട്സ് Baker's algorithm, explain the pseudocode and timeline example. The block 1 unit 3 എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഡി പാർട്ടില് thrashing in virtual memory system, cause and remedies block 2 യൂണിറ്റ് 2 എന്നാണ്. ഇനി ഈ പാർട്ടില് distributed shared memory, working and use case ബ്ലോക്ക് 3 യൂണിറ്റ് 2 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് ഇനി വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ കീ ആപ്പിൽ റെസ്പെക്റ്റീവ് ഫോൾഡർ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് ആൻസർ കീ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.